ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ ഗുണ്ടിൽപേട്ട എത്തിയതുള്ളൂ. രാത്രി മാക്സിമം ഓടി ഗുണ്ടിൽപേട്ട എത്തി. അപ്പോൾ എന്തായാലും മുത്തങ്ങ എത്തി നമ്മളെ വിടിയെന്നറിയാം. ഞങ്ങളിവിടെ ഗുണ്ടിൽപേട്ട എത്തുമ്പോൾ തന്നെ 9:30 ആയി. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ വിടൂല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയായിട്ട് റോഡ് സൈഡിൽ അങ്ങോട്ട് വണ്ടി സൈഡാക്കി കിടന്നങ്ങ് ഉറങ്ങി. ഇന്നലത്തെ പോലെ സെയിം ആൻസി ഡിക്കിയിലും ഞാൻ ഫ്രണ്ടിലും. വണ്ടി കുറവാ, പറ്റ കുറവാ. 6 മണിയായപ്പോഴത്തേക്കും തുരുതുരുന്നാണ് വണ്ടികൾ പോകുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എണീക്കാനും പെട്ടെന്ന് എണീക്കാനും പറ്റി. അതെ, ഇപ്പൊ സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി വേഗം പോവാ അല്ലേ? അപ്പൊ നമുക്ക് വേഗം പോവാം. ഇതൊക്കെ നമ്മൾ നാനോയും കൊണ്ട് പോയ റൂട്ട് തന്നെയാണ്. എന്നാലും നമ്മുടെ ചെറിയൊരു ടെസ്റ്റ് പോലെ നമ്മൾ ഈക്കോയും കൊണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് നേരെ, അതെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക്. ഇനി ഗ്ലാസ് എപ്പോ റെഡിയാവും? അത് റെഡിയാവുന്ന എങ്ങനെയാണെന്നറിയോ? ഈ ഹീറ്റർ അങ്ങ് ഇടുക. അത് നമ്മൾ ഗ്ലാസ് കൈയൊന്നും വെച്ച് തുടക്കരുത്. അത് തുടച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര പാടാണ്. ഇതിങ്ങനെ ഇട്ടായിരിക്കുക. ഒരു കൊതുകുണ്ടല്ലോ ഉള്ളില്. ഉള്ളിലല്ലേ കൊതുക്? ഇവിടെ ഒരു കൊതുകിനെ കണ്ടായിരുന്നു. ആണോ? ഇപ്പൊ ഈ ഹീറ്റർ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ആ ഗ്ലാസ് മൊത്തം ക്ലീൻ ആണ്. അതുവരെ വെയിറ്റ് ചെയ്യാം അല്ലേ? അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, വേറെ വഴിയില്ല. അങ്ങനെ ഗ്ലാസ് റെഡിയായി, നമുക്ക് പോവാം അല്ലേ? നല്ല ഇവിടെയാണെങ്കിലും രാവിലെ നല്ല തണുപ്പും കോടയൊക്കെ ഉണ്ട് അല്ലേ? അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം ഞാനും എനിക്കാണെങ്കിൽ കാലങ്ങനെ വളഞ്ഞു കിടന്നിട്ടേ കാലിന്റെ മുട്ടൊക്കെ ഭയങ്കര വേദന. കൊറേ നേരം ഒരേപോലെ വളഞ്ഞു കിടക്കല്ലേ, ചെറിയൊരു വേദന. ചേട്ടേ, വഴി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. വഴിയിൽ ആരുമില്ല, നമ്മൾ മാത്രം. കൊറേ ലോറിക്കാരെ ഒറ്റ സെറ്റ് തന്നെ കൊറേ പേരങ്ങ് പോയില്ലേ. അതുകൊണ്ട് ഇവിടെ പിന്നെ ആരുമില്ല. എന്താ അറിയോ, ഈ 6 മണിക്ക് തന്നെ കേറണം എന്നുള്ള ഒരു ഇതിൽ വരുന്നവരുണ്ട്. കാരണം അത് ചിലപ്പോ കോഴിക്കോടൊക്കെ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ആയിരിക്കും. അപ്പൊ 6 മണിക്ക് അവർക്ക് കയറിയെങ്കിലേ കറക്റ്റ് സമയത്ത് വണ്ടി വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അങ്ങനെ സ്പീഡിൽ പോകുന്ന. അതുവരെ അവരെവിടെയെങ്കിലും കിടക്കൂല്ലേ, സൈഡിലെവിടെയെങ്കിലും? എവിടെയെങ്കിലും ചിലവര് കിടക്കും, ചിലവര് കിടക്കൂല. ചേട്ടേ, ഈ കടകളൊക്കെ തുറക്കുമായിരുന്നെങ്കിലേ, നമ്മുടെ കൊറേ കടകൾ ഈ സൈഡിൽ കൂടി ഒക്കെ ഇങ്ങനെ അടച്ചിട്ടൊക്കെ കണ്ടില്ലേ? തുറക്കുമായിരുന്നെങ്കിലേ നമുക്ക് കടുകും കുറച്ച് പയറ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കായിരുന്നു അല്ലേ? വാങ്ങായിരുന്നു. പക്ഷെ ഒന്നും തുറന്നിട്ടില്ലല്ലോ, ഈ സമയമാവുന്നുണ്ടേ, തുറക്കാനാവുന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ വാങ്ങുമായിരുന്നെങ്കിൽ കുറച്ച് നാളത്തേക്ക്. നമ്മൾ അന്ന് തന്നെ വാങ്ങിയിട്ടില്ലേ കുറേ നാളത്തേക്ക്. നമുക്ക് നല്ല ടേസ്റ്റ് ആയ പയർ. കടുകിന് 100 രൂപയുള്ളൂ. 1/2 കിലോ കടുക് കിട്ടും. അതെ, വീട്ടിൽ പോയി എണ്ണി കളിക്കാൻ. എണ്ണി കളിക്കുവോ? ഇവിടെ കല്യാണം വല്ലതും ആർക്കറിയാം. നല്ല രസമുണ്ട് കാണാൻ. ഉത്സവമാ. ഈ ഗ്രാമത്തിലുള്ള ഏതൊരു അമ്പലത്തിന്റെ ഉത്സവം. അതുകൊണ്ടാ കൊള്ളാലേ, അടിപൊളി. പക്ഷെ കുറച്ചും കൂടി ഇരുട്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഇതിപ്പോ വെട്ടമെല്ലാം വന്നുകൊണ്ട് വലിയ സുഖമില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഇലകൾ നിൽക്കുന്നുണ്ട് ഇവിടെ. ഉത്സവം ഇലകളൊക്കെ പോലെ ആക്കി വെച്ചേക്കല്ലേ. അത് ചെയ്ത് വെച്ചേക്കുന്ന കൊള്ളാം. ഇവിടെ കർണാടകയിൽ ഓവർ കൃഷിയൊന്നും നമ്മൾ കാണിക്കണ്ട കേട്ടോ. കാരണം കർണാടകയിലെ കൃഷി നമ്മുടെ കർണാടകയിലാണ് കൂടുതൽ കൃഷി കാണിച്ചേക്കുന്നത്. കണ്ട് എല്ലാരും അടുത്തിട്ടുണ്ടാവും. കർണാടകയിലെ കൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവിധ കൃഷികളും ഉണ്ട്. എനിക്ക് തൊണ്ടവേക്ക ഒരു കരകരപ്പ് വരുന്നടി. അത് നമ്മൾ 2-3 ദിവസമായിട്ട് തണുപ്പ് തന്നെയല്ലേ. ഇന്നാണെങ്കിലും ഇവിടെ ആണെങ്കിലും തണുപ്പുണ്ട്. ഇനിയിപ്പോ എങ്ങനെയാ, ഹോളി വരെ അത്യാവശ്യം തണുപ്പ് അങ്ങോട്ടൊക്കെ അല്ലേ? ഇനി എല്ലാ സ്ഥലത്തേക്കും തണുപ്പ്. നമ്മള് ഈ ടൈമിൽ എന്തോ ആണ്, ഈ ടൈമിലല്ല, ഇത് കഴിഞ്ഞിട്ട് ക്രിസ്മസും കഴിഞ്ഞിട്ടാണ് നമ്മള് വലിയ യാത്ര ചെയ്തോ പോകുന്നല്ലേ. പോണോ? വേണ്ട ചേട്ടേ, അടിപൊളി സൂര്യകാന്തി. അത് ഈ രാവിലെയും കൂടി ആയതുകൊണ്ട് നല്ല കേറ്റില്ല. കേറ്റും. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കണം. അത്ര 50 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ, അടിപൊളിയായി. സൂപ്പർ. അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊക്കെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട്. അല്ല, ഉള്ളിലേക്കൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒക്കെ ടിക്കറ്റ് ആയിരിക്കൂലേ. ഇതെന്താന്നറിയാൻ ചെയ്, ഇത് നമ്മൾ കാടിങ് ഇറങ്ങി ജസ്റ്റ് ഇങ്ങ് കയറുന്ന സ്ഥലം. ഇവരാകെ ചെയ്യുന്ന ഇത് പൂക്കൾക്ക് വേണ്ടി മാത്രം. പൂക്കൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ആൾക്കാർ ഈ പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനുമായിട്ട് വരുന്നുണ്ട്. അവരെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നുണ്ട്. വരുമാന മാർഗം. അതെ. അപ്പൊ ശരിക്കും ഇവിടെ വന്നാണ് കിടക്കുക അല്ലേ? വന്നാണ് നമ്മൾ കിടക്കേണ്ടത്. അതായത് ഫോറസ്റ്റിന്റെ തൊട്ട് മുമ്പ്. ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാത്ത എന്താ അറിയോ,
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാട്ടിനോട് ചേർന്ന് ഇവിടെ രാത്രിക്ക് ആനയൊക്കെ വരും ചിലപ്പോൾ. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഇവിടെയാണ് ഇതുണ്ടല്ലോ അവിടെ ടോൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ടോൾ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു കംപ്ലൈന്റ് ആയിട്ടുണ്ടോ? 20 രൂപയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം ഞാനതാണ് പറഞ്ഞത്, ഇതേപോലെ 20 രൂപ നമ്മുടെ കാട്ടിലേക്ക് കയറുമ്പോ മേടിച്ചൂടെ? അതാ 20 രൂപ വെച്ച് മേടിച്ച എന്തോരം വണ്ടി ഒരു ദിവസം വരുന്നറിയോ? ഒരു ദിവസം കർണാടകയിൽ എന്തോരം വണ്ടി കയറുന്നുണ്ടാവില്ലേ? കേരളത്തില് പൈസ ഉണ്ടായിരുന്നു, അവിടെ വല്ല മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ മേടിച്ചേനെ പൈസ. എനിക്കല്ല, നമ്മുടെ ഇതിലേക്ക്. 4 ഹായ് വരുന്നോ കൂടെ? അതെ സ്ഥലമുണ്ട്. വേണ്ട ഓണം അടിച്ച് പേടിപ്പിക്കാനല്ല, നമ്മളെ നോക്കാൻ പോസ് ചെയ്യാൻ. ഓ അങ്ങനെ. അപ്പൊ അവരിങ്ങനെ ചിന്തിക്കും, ഓ ഇവന്മാര് വീഡിയോ എടുക്കുകയാണല്ലേ, ശരി തരാം, ഒന്ന് തിരിച്ചേക്കാന്ന് വിചാരിക്കുവാണെങ്കിൽ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഒറ്റ ഓട്ടം കൊണ്ട് ഓടും. ഇവിടെ ഇപ്പൊ ആനകളൊക്കെ കയറിണ്ടെങ്കിൽ തന്നെ ഇറങ്ങി പോയിട്ടുണ്ടാവില്ല എല്ലാം. എല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ ഈ 6 മണി തൊട്ട് വണ്ടികൾ ഓടാൻ തുടങ്ങിയില്ല. അതിന്റെ കൊച്ചടി ഈ 6 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ലോറികളുടെയും കാറുകളുടെയും മത്സരം കാണണമെങ്കിൽ 6 മണിക്ക് ഇവിടെ വന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ കുറച്ചും കൂടെ മുന്നോട്ടായിട്ട് കടന്നതല്ലേ. എന്നാ പോക്കാ പോവാന്നറിയില്ലേ കാട്ടിക്കൂടി. പെട്ടെന്ന് അടച്ചാലോ എന്നുള്ള പേടിയുണ്ട്. ചിലവർ ഈ കിടന്ന സങ്കടമൊക്കെ ഉണ്ടല്ലോ തീർക്കും. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കിടന്നതിന്റെ ഒക്കെ സങ്കടം തീർക്കും. അമ്മാരി വിടലേ ഉള്ളൂ. ഞാൻ ഇതിൽ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് ആ സമയത്ത്, അതുകൊണ്ട് കറക്റ്റ് അറിയാൻ എനിക്ക്. അത് പഴയ പാലാണ്. പഴയ പാലം, അതിന്റെ ഇരുമ്പ് മാത്രം ഉണ്ട്, ബാക്കിയെല്ലാം വീണുപോയില്ലേ? വെള്ളം അധികം ഇല്ലല്ലോ, ഇച്ചിരി വെള്ളമുള്ളൂ. ഇതൊക്കെ മഴയത്ത് നല്ല വെള്ളമാണ്. മറ്റേ തിരുനെല്ലി അല്ലല്ലോ, അമ്പലത്തിന്റെ പേരുണ്ടായിരുന്നു. ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, അമ്പലം. അവിടെ വെള്ളം എപ്പോഴും കയറുന്നില്ലേ അല്ലേ? മൊത്തം മുങ്ങുന്നല്ലേ അമ്പലം. പക്ഷെ ഇപ്പൊ വലിയതാക്കിയതുകൊണ്ട് ഇപ്പൊ മുങ്ങലുണ്ടാവില്ല. അന്ന് കുഞ്ഞു അമ്പലമായിരുന്നപ്പോഴാണ് മുങ്ങിയത്. അല്ലെന്ന് ആണോ? വലിയ അമ്പലമായപ്പോഴും മുങ്ങിയിട്ടുണ്ട്. സംശയം. അതെ ആണല്ലേ. ഒന്നിനെ കാണില്ലല്ലേ, ഒരു മൃഗത്തിനെ പോലും. നീ മാനിനെ കണ്ടില്ലേടി? മാനിനെ കണ്ട്. 4 ആനേനെ കാണണം. 4 മാനിനെ കണ്ട്. അല്ല എപ്പോഴും നിനക്ക് ആനേനെ കാണണം. അങ്ങനെയല്ല, ആനയാണല്ലോ നമ്മുടെ ഒരു കാടിന്റെ ഒരു മൃഗം. അതെ, വലിയ മൃഗം. പിന്നെ കടുവേനെ പുലിയൊന്നും കാണാൻ പോകാൻ പറ്റില്ലല്ലോ. ആ ബൈക്കിലൊക്കെ വരുന്നുണ്ട്, അപ്പൊ പിന്നെ എന്തായാലും ഇല്ല. അല്ല ഈ 6 മണിക്ക് ശേഷം ഇതിലെ മൃഗങ്ങൾ കുറവാടി. എന്താ അറിയോ, അന്നേരമുള്ള ആ ഒച്ചപ്പാടും വേണം, ഇതുങ്ങളെല്ലാം ഉള്ളിൽ കയറി പോകും. ഇനിയിപ്പോ രാത്രി 9 മണിക്ക് ശേഷം നോക്കിയാൽ മതി, എല്ലാവരും ഇറങ്ങി വരുള്ളൂ. 9 മണിക്ക് ശേഷം, 9 മണിക്ക് ശേഷമല്ല, ഒരു 10, 12, 11 മണി കഴിയണം. അപ്പോഴൊക്കെ അതിന്റെ അകത്ത് വണ്ടികൾ നിൽക്കുള്ളൂ. കാരണം അവിടുന്ന് ഇവിടുന്ന് കേറി പോകുന്ന വണ്ടികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇറങ്ങണം. കാരണം വണ്ടികൾ ഇപ്പൊ തന്നെ എന്തോരം വണ്ടികളുണ്ടോന്ന് നോക്കി. ഇപ്പൊ തന്നെ എന്തോരം വണ്ടികൾ പോയി. രാവിലെ ആയപ്പോ നമ്മള് വണ്ടീന്റെ അടുത്ത് ഇരുന്നപ്പോ തന്നെ സൗണ്ട് മനസ്സിലാക്കായിരുന്നു, പടപടാന്ന് വണ്ടികൾ പോകും. അതുകൊണ്ട് അലാറം പോലും വെക്കാൻ പറ്റി. ഓൺ വണ്ടി സ്പീഡിലുള്ള പോകും. അത് ഫുള്ള് ലോറികൾ തന്നെയായിരുന്നു ആ സമയത്ത് പോയത്. കറക്റ്റ് 6 മണി ആകുമ്പോഴത്തേക്ക് ഇവര് എവിടെ നിന്ന് വരുന്നല്ലേ? ഓരോ സ്ഥലത്ത് നിർത്തുവല്ലേ, എന്നിട്ട് 6 മണിയാകുമ്പോ പോരും. ചേട്ടേ നോക്കേട്ടി, ആന ഒറ്റയ്ക്ക്. കുട്ടിയാനയല്ലേ? പെണ്ണാ? കുട്ടിയാ. പൊളിച്ച് കൊറേ നേരെ കാത്തിരിക്കുന്നു. ആനയെങ്കിലും കാണാനായിട്ട്. അതെ, നല്ല പുല്ലുതീറ്റയിലൊക്കെയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നു, നമ്മള് ചവിട്ടിയപ്പോഴാണ് ബേക്കിലുള്ള വണ്ടിക്കാർ പെട്ടെന്ന് ചവിട്ടി എന്താ സംഭവം നോക്കുന്നത്. ലോറിക്കാരൊക്കെ അവരൊക്കെ ചിലപ്പോ കണ്ട് ശീലായിട്ടുണ്ടാവും. അതെ അതെ, ഈ ചേട്ടൻ നമ്മളെ നോക്കി ചിരിച്ചെന്താ അറിയോ, നമ്മള് നിർത്തിക്കൊണ്ടാണല്ലോ പുള്ളി. ഇതാണ് BYD, ഇത് ചൈന കമ്പനിയാണ്ട ഈ വണ്ടി. ആണോ? വണ്ടി കൊള്ളാം. ഇലക്ട്രിക് വണ്ടി. ഒറ്റൊരെണ്ണേ ഉള്ളൂല്ലേ? സാധാരണ പറയുന്നത് പിടിയാൻ നിൽക്കുന്നിടത്ത് കൊമ്പനാന ഉണ്ടാവുന്നല്ലേ? ആ ഏരിയയിലും കാണും, കാമുകൻ കാണാതിരിക്കില്ലല്ലോ. അതെ, ഇതൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് ഇഷ്ടമാതിരി. ആനയും പേടിക്കണം, ആന പിണ്ടത്തെയും പേടിക്കണം അല്ലേ? അതെ. സർവീസ് കൊള്ളാലോ. അത് മറ്റേ പുതിയ വണ്ടി മുമ്പ് അവിടെ നല്ല കൊറേ ഇതുണ്ടായിരുന്നു. മാൻ KSRTCന്റെ മുമ്പിൽ അത് മുങ്ങിപ്പോയി. അതെങ്ങോട്ടുള്ള സർവീസാ? മൈസൂരോ? ബാംഗ്ലൂരായി. കളറൊക്കെ നല്ല രസമല്ലേ? ടൂറിസ്റ്റ് വണ്ടി എല്ലാം വെള്ള കളറിൽ ഇറക്കിയിട്ട് ഇവര് വെറൈറ്റി കളറാക്കി. ഈ ഫ്രണ്ടിൽ പോകുന്നേ ചെറിയൊരു വണ്ടി ആയതുകൊണ്ടേ ഓവർടേക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കയറാവുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ചെറിയ വണ്ടിയാ, പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ടയറുകള്. ട്രെയിലർ ഇതുപോലത്തെ വണ്ടിയല്ലേ? ഓപ്പോസിറ്റ് പോയതുപോലല്ലേ? കാണിച്ചാരാ. ഇപ്പൊ ഗ്യാപ്പ് ആയിട്ടുണ്ട്, ഒരു ഹമ്പങ്ങ് ചാടി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടും.
സ്റ്റാഫ് ഉണ്ടോ നോക്കണ. വണ്ടി വരുന്നുണ്ട്, വണ്ടി വണ്ടി. ഓക്കെ, അങ്ങനെ ഇനി നമ്മൾ കേരളത്തിൽ കയറാൻ പോവാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ നമ്മളെ മൈൻഡ് പോലും ചെയ്യല്ലോ വരെ. പക്ഷെ ഇപ്പുറത്തേക്ക് പോകുമ്പോണ്ടല്ലോ 20 രൂപ വെച്ച് മേടിക്കും. അത് അവിടെ മേടിക്കുന്നുണ്ടല്ലോ. 20 30 അങ്ങനെ എന്തോ 20. ഇപ്പൊ നമ്മളത് മേടിച്ച് 20 അല്ലേ? അതേപോലെ പൈസ മേടിക്കും കാട്ടി കയറുന്നതിന്. അതവിടെ അടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ചേട്ടൻ ഇങ്ങോട്ടായിരുന്നു. ചേട്ടൻ ചുമ്മാ ഫോൺ അടിക്കുക. അല്ല, വേറൊരു വണ്ടിക്കാരൻ ഇങ്ങോട്ടോ സൈഡ് കയറി ഇങ്ങോട്ട് വന്നു. നീക്കി കൊടുക്കണം അങ്ങോട്ട് എന്നാ പോലീസുകാരൻ പറഞ്ഞു കേട്ടില്ലേ. ഇനി ഇവിടെ അങ്ങോട്ട് പിന്നെ മൃഗങ്ങളോ. ഇത് ചില സമയത്തുണ്ടല്ലോ ഈ പാലം കഴിഞ്ഞ് കേരളത്തിൽ വന്ന മുമ്പാര് പൈസ കഴിക്കണേ. അത്ര വണ്ടി ഉണ്ടാവും ചില സമയത്ത്. അങ്ങനെ നമ്മൾ കേരളത്തിലെത്തി, നമ്മുടെ സ്വന്തം നാട്ടിലെത്തി, കേരളം. അതെ, 12. ഇവിടെ അങ്ങോട്ട് മൃഗങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി അങ്ങോട്ട് പറയാനൊന്നും പറ്റില്ല. മൃഗങ്ങളല്ലേ, അവർക്ക് എവിടെ വേണമെങ്കിലും നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇതല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞ അമ്പലം? ഇത് തന്നെ നീ പറഞ്ഞ ആദ്യം ഇത് ചെറുതായിരുന്നില്ലേ? ഇപ്പൊ ഫുള്ള് ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ അമ്പലത്തില്. എല്ലാരും മാലയിടുന്ന ആൾക്കാർ കുറെ പേരുണ്ടാവും. അതുമല്ല അവർക്ക് ഈ സ്വാമിമാര് വരുമ്പോ അവർക്ക് അവിടെ ഫ്രഷ് ആവാനും സ്ഥലം ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം കൊടുക്കും. അവിടെ വെള്ളം കിടക്കുന്നുണ്ടോ? അതെന്താ വെള്ളം? അത് പായൽ വെള്ളം. ഇത് കാട്ടുപോത്തല്ല, ഇത് നാട്ടുപോത്താണ്. പക്ഷെ കാട്ടുകൊക്ക. അവർക്ക് കുളിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കുമല്ലോ. അത് ഈ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും, കൂടെ കുറെ അമ്പലങ്ങളിലുണ്ട്. അത് അവർക്ക് രാവിലത്തേക്കുള്ള അവര് രാവിലെ തന്നെ കുറെ എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിട്ട് അവർ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് കിടക്കുക. ഇതുകൊണ്ട് ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമല്ലേ? ഫുള്ള് പ്രത്യേക ഒരു പച്ചപ്പകട്ട് ഉള്ളു വരെ കാണാം. ഇല്ലിയും കുറേ ഉണ്ട്, രസമുണ്ട് കാണാൻ. മാനൊക്കെ നാടുവിട്ട് പോയി തോന്നുന്നല്ലേ? എല്ലാം കടു പിടിച്ച് തിന്നു എന്തോ, അതും പറയാൻ പറ്റില്ലല്ലോ. എന്താ ഡ്രസ്സൊക്കെ വിൽക്കണേ? ഫോറസ്റ്റിൽ ഇവിടെ ഡെയിലി വേജസിന് കുറെ ജോലിക്കാരുണ്ട്. അതായത് ഈ സൈഡ് കാട് വെട്ടാനും കാട്ടുതീ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ ചാല് പോലെ ആക്കുമല്ലോ. അവർക്ക് പക്ഷെ പേടിയൊന്നുമില്ല അല്ലേ? അവരൊക്കെ കാട്ടിൽ തന്നെ ജീവിക്കുന്നവരല്ലേ. ഇതെന്താ? അതായത് ഇത് പണ്ട് മരിച്ചവരെ, അതായത് ഇവിടെ ഒരു കലാപം ഉണ്ടായിരുന്നില്ലേ, മുത്തങ്ങ കലാപം. അന്ന് മരിച്ചവരുടെ ഒരു ഇതാണ്, ചെറിയൊരു സ്തൂപാണ്. ഇവിടെ ആ ഏരിയയിലൊക്കെ ആയിട്ടാണ് അന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങോട്ട് കിഴക്കോട്ടൊക്കെ കണ്ടില്ലേ, ഈ ഏരിയയിലൊക്കെ ആയിട്ടാണ് പ്രശ്നങ്ങൾ നടന്നത്. നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നു. അതില് പോലീസുകാരനും മരിച്ചിട്ടുണ്ട്. ഒരാളാന്ന് തോന്നുന്നു. അതെന്തുവാ പറഞ്ഞു ചേട്ടൻ. നെല്ല് നോക്ക്, കിളികളെല്ലാം കുത്തിയിരുന്ന് തിന്ന. അതുങ്ങൾക്ക് ആകാശത്തിലെ പറവകളെ നോക്കുക, അതുങ്ങൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല. എല്ലാവരും കൊയ്ത സാധനം കൊണ്ടേ പറിച്ചു തിന്നുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. നിസ്സാരം. ഇലക്ഷൻ ആയതുകൊണ്ടാണോ അറിയില്ല. ഇലക്ഷനൊക്കെ ആയതുകൊണ്ടല്ല, അവിടെ എപ്പോഴും ചെക്കിംഗ് ഉണ്ട്. ഇത് പഴയ RTOന്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ പണ്ട് എന്തുമാത്രം കൈക്കൂലി. ഇനിയല്ലേ ശരിക്കുള്ള മറ്റേ കഞ്ചാവും അതും ഇതൊക്കെ പിടിക്കുന്ന സ്ഥലം എക്സൈസിന്റെ. അല്ല, കൊറേ വാർത്തകൾ എപ്പോഴും കാണില്ലേ, മുത്തങ്ങയിൽ കഞ്ചാവ് വേട്ട, മയക്കുമരുന്ന് വേട്ട, MDMA വേട്ട. ഇപ്പൊ MDMA ഒക്കെ മാറി ഇപ്പൊ വേറെ എന്തൊക്കെയൊക്കെ വലിയ വലിയ പേരുകളൊക്കെ നമുക്കൊന്നും അറിയാം. നമുക്ക് എന്നാലേ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് അങ്ങ് പോയാലോ? ഹോട്ടലിൽ നമുക്ക് ചായ കുടിക്കാം. റേഞ്ച് ഉണ്ടോന്ന് ആദ്യം നോക്കണം, എന്നിട്ട് ഇറങ്ങാറുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ നിർത്തിട്ടോ, ചായ കുടിക്കാൻ വേണ്ടി. ചായ പൊറോട്ടയ്ക്ക് അറിയാമോ? ആൻസിന്റെ പുട്ടും കടലയും വന്നു. ആൻസിക്ക് പൊറോട്ട വേണ്ട? അതെന്താ? ആണോ? എന്നാ പുട്ട് കഴി. ആണോ? എനിക്ക് പൊറോട്ട കൂട്ടി കഴിക്കാൻ ഇച്ചിരി കറി ബാക്കി വെച്ചേക്കണേ കേട്ടോ. പൊറോട്ടയും മുട്ടക്കറിയും വന്നു. എങ്ങനെയുണ്ട്? പൊറോട്ട കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ. ചായയും വന്നു അല്ലേ? അത് മുട്ടക്കറി ഉണ്ടായിട്ടാണോ എൻ്റെ കടലക്കറി ചോദിച്ചത്? ഞങ്ങൾ ചായ ഇടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിട്ടോ. അത്യാവശ്യം നല്ല ചായയും കടിയും ഒക്കെ തന്നെയായിരുന്നേ. ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്താണ്, കഴിക്കാൻ വേണ്ടി. പിന്നെ തൊട്ട് മുൻപിൽ പോലീസുകാരും ഇവർക്ക് നിൽക്കുമ്പോൾ പിന്നെ എക്സൈസുകാരും വെൽറ്റിട്ടുണ്ട് ഇരിക്കല്ലേ.
അവര് നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. BGM മ്യൂസിക് ഒക്കെ ഇട്ടതായിരുന്നു, പക്ഷെ നമ്മളെ നോക്കിയില്ല. നമ്മള് ചിരിച്ചു കാണിച്ചവര്. എന്തായിരിക്കും അറിയോ, പുതിയ വണ്ടിയൊക്കെയാന്നൊക്കെ തോന്നിയോണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മള് പുറമേ നോക്കി കഴിഞ്ഞാലേ നമ്മുടെ പുതിയ വണ്ടിയാന്ന് മനസ്സിലാവുക പോലും ഇല്ല. പുതിയ വണ്ടി അത്രയ്ക്കും ചെളിയായിട്ടുണ്ട്. ഇനിയിപ്പോ കഴുകാൻ കൊണ്ട് കൊടുക്കുന്നതിന് നഷ്ടമില്ല. നമ്മളെ കിലോമീറ്റർ 29 കിലോമീറ്റർ ആയി. അത്രയെങ്കിലും നമുക്ക് ആക്കാൻ പറ്റും. നമ്മള് വീട്ടിൽ എത്രയായിരുന്നു ഇറങ്ങിയേ ഓർമ്മയുണ്ടോ? ഞാനും മറന്നുപോയി. ഇത്രയാണ് 200 എത്രയോ അല്ലായിരുന്നു. സഫാരിക്കുള്ള 2 വണ്ടി ഇവിടെ റെഡിയായി കിടക്കുന്നുണ്ട്. 2 അല്ല 3 വണ്ടി ഉണ്ട്. അതേപോലെ ബസ്സും ഉണ്ട്, ജീപ്പും ഉണ്ട്. നേരത്തെ വരുവാണെങ്കിൽ ബസ്സിൽ പോവാം, അല്ലെങ്കിൽ ജീപ്പിന് പോവാം. ശരിക്കും ഇതിൽ കൂടെ പോയാലേ മൃഗങ്ങളെ കാണാൻ പറ്റുമോ? പറ്റും. പണ്ട് പോയിട്ട് ആനേന്റെ ഒക്കെ മുമ്പിൽ കയറിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പോയിട്ടില്ല. അടിപൊളിയാടി, നമുക്കൊരു മാൻകൂട്ടം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ആ കുഞ്ഞ് മാന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതിന്റെ പേരാണ് കുഞ്ഞുമാൻ. കുഞ്ഞുമാൻ കണ്ടോ? കുഞ്ഞ് ആ മരത്തിന്റെ ചോട്ടി കറക്റ്റ് എടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിത്, ഇത് കുഞ്ഞിതാ. അത് നോക്കണം, നോക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഫാമിലി ആയിട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ കയറി പോവാം നിങ്ങളുമായിട്ട്. കൂട്ടിരും ഞാനില്ലാന്ന്. കുഞ്ഞുമാനെ കണ്ടോ? കുഞ്ഞുമാൻ പോണോക്കത് 1-2 ഉണ്ടല്ലേ. ആ കൊമ്പുള്ളതിനെ കണ്ടോ? അതാണ് തലവൻ. ഭീകരൻ തലവനാണ് തലവൻ. അങ്ങനെ മാനിനെയും കണ്ട്. അതുങ്ങളെ അവിടെ മര്യാദയ്ക്ക് നിന്ന് തിന്നോട്ടെ. നമ്മള് കാരണം ഇനി അതുങ്ങളുടെ തീറ്റ മുടങ്ങണ്ട. നിങ്ങൾ നമ്മളെ കണ്ടപ്പോ തന്നെ കേറി പോവാൻ നോക്കുക. സമയം 9 മണിയായോ? 9 മണി ആയിട്ടില്ല. എന്തേ? അല്ല 9:30 ആകുമ്പോ നമ്മള് വീടെത്തും. ചേട്ടേ, കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വണ്ടിയുടെ മൈലേജ് എത്രയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാല്, നമ്മൾ വണ്ടി എടുത്ത സമയത്ത് ഒരു ഫുൾ ടാങ്ക് അടിച്ചിരുന്നു. അന്ന് ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കുറച്ചുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 31 ലിറ്റർ അടിച്ചു. പിന്നെ നമ്മൾ ഒരു 2000 രൂപേന്റെയും കൂടി എണ്ണ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 3000 സംതിങ് 5000 ചില്ലാൻ രൂപേന്റെ എണ്ണ അടിച്ചു. 636 കിലോമീറ്റർ ഓടി. ഇനി 3 കട്ട എണ്ണ കിടപ്പുണ്ട്. അത് എത്ര ഉണ്ടെന്ന് യാതൊരു പിടുത്തവും ഇല്ല. 3 കട്ട. പിന്നെ വേറൊരു കാര്യം അറിയോ, ഊട്ടിക്കൊന്നും വലിയ മൈലേജ് പ്രതീക്ഷിക്കരുത്. ഊട്ടിയിലും വയനാട്ടിലും പ്രതീക്ഷിക്കുകയും ചെയ്യണ്ട. നമുക്ക് മൈലേജിന്റെ കറക്റ്റ് നമ്മൾ അറിയുന്നത് നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോഴല്ലേ. അതിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ ഞങ്ങള് കറക്റ്റ് ആയിട്ട് ഞങ്ങള് അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും അല്ലേ. ഊട്ടിക്ക് ഒട്ടും പ്രതീക്ഷിക്കരുത്. ഒട്ടും പ്രതീക്ഷിക്കരുത്. കുന്നുമലയും മാത്രമാണ് ഉള്ളു. ആ എഗ് ഹില്ലൊക്കെ പോയ കയറ്റം എങ്ങനെയുണ്ട്? ആ കയറ്റത്തിലൊക്കെ എന്ത് മൈലേജ് ഒന്നും കിട്ടാൻ പോകില്ല. 10 കിട്ടിയാ കിട്ടിയിട്ടുണ്ടോ. നമ്മള് പിന്നെ അതുപോലെ ഒരു 1-2 സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മൈലേജ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ. അന്നേരത്തേക്ക് നമ്മൾ കറക്റ്റ് പറയും. പിന്നെ നമുക്ക് മൈലേജ് നമുക്കൊരു വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മള് മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേറൊരു പ്രത്യേകത, നമ്മള് നാനോയിൽ നമുക്ക് മൈലേജ് നോക്കുമ്പോ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടി ക്യാഷ് പോകുന്നുണ്ട്. നമുക്ക് റൂം എടുക്കാൻ ക്യാഷ് ആവും, ഫുഡിനും ക്യാഷ് ആവും. അപ്പൊ അത് രണ്ടും നമ്മള് കഴിഞ്ഞ ട്രിപ്പിലൊക്കെ നല്ല എമൗണ്ട് അതിന് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി എടുത്തതിന്റെ വേറൊരു മെയിൻ ലക്ഷ്യം, അത് രണ്ടും നമുക്ക് ഒഴിവാക്കി എടുക്കുമ്പോ എണ്ണയിൽ ആ പൈസ അത്രയും ആവില്ല എന്തായാലും. അങ്ങനെ നമ്മൾ ബത്തേരി എത്തി അല്ലേ? ബത്തേരി ടൗണില് സുൽത്താൻ. അതെ, ഇതിന്റെ ഇടയിലേ കൊറേ കഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് കഷ്ടപ്പെട്ട് റെഡിയാക്കി വെക്കുന്നെങ്കിലും കൊറേ നശിപ്പിച്ചിടുന്ന സ്ഥലങ്ങളും നമ്മളെ പോലെയുള്ള കൊറേ ആൾക്കാർ നശിപ്പിക്കും. കാരണം അതറിയണമെങ്കിൽ ടൗണിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പീസുകളൊക്കെ കാണും. അവര് രാത്രി ചിലപ്പോ 3 മണിക്കും 4 മണിക്കൊക്കെ ചെയ്യുന്ന നല്ല കഴിഞ്ഞിട്ട് കൊണ്ടിടുന്നവരുണ്ടെന്നേ. പേപ്പറും അതും ഇതൊക്കെ ഇടുന്നവരുണ്ട്. നമ്മളെയും കൂടി നമ്മൾ കുറ്റം പറയണമല്ലോ അല്ലേ? അതെ, നമ്മളെ നമുക്ക് പറയണം. നമ്മളിപ്പോ ഒരു മുട്ടായി തിന്നാ മുട്ടായിന്റെ കവർ അങ്ങ് എറിയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതുവരെ എറിഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെയല്ല, ഞാൻ പൊതുവെ പറഞ്ഞ കേട്ടോ. ബത്തേരി എന്ന് പറയുമ്പോ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു ചെടിയാണ് ഈ നിൽക്കുന്നത്. പക്ഷെ അത് വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് കൊറേ കളേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അതെന്താ സംഭവം അറിയോ? ഇടക്കിടക്ക് ഉരുണ്ടിട്ട് വീഴുമായിരുന്നു അല്ലേ? അതെ, കടലാസ് പൂ എന്നൊക്കെ പറയുന്ന കടലാസ് റോസ. അതെ, ചെടിയാണ് കേട്ടോ. അത് കൊറേ കളേഴ്സ് ഇപ്പൊ ചെയ്തിട്ട് ഒന്ന് ഉരുണ്ടിട്ട് വീണ്ടും അത് വെട്ടി കൊറേ കളേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് വീണ് പോകുന്നോണ്ടായിരിക്കും. നമുക്ക് എന്നാലേ ആനപ്പാറ വഴി പോയാലോ? ഇതാണ് ഞങ്ങൾ വലത്തെ സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ബത്തേരി ബസ് സ്റ്റാൻഡ്. അതെ, ഈ ബസ് ഇറങ്ങി വരുന്നുണ്ടോ? ബത്തേരി ബസ് സ്റ്റാൻഡ്.
ഞങ്ങൾ കുറേ നന്നായിട്ടുള്ള ബസ് സ്റ്റാൻഡാണ്. അതെ, ഞാനും ആച്ചിയും. അതെ, എല്ലാവരും. അതെ, അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഫ്രൂട്ട്സ് കടകളുണ്ട്. അതൊക്കെ രാവിലെ വന്ന സാധനങ്ങൾ ഇറക്കുന്നുണ്ടോ? അപ്പം എൻ്റെ കൂട്ടുകാരനുണ്ട് ഇവിടെ എവിടെയോ. ചേട്ടൻ്റെ ഒരു കടയാണ്. ചേട്ടനെ നമുക്കൊരു പണിയാണ്, എടുത്തില്ല. നമുക്ക് ചുള്ളിയോട് വഴി അങ്ങ് പോവാം. അതാകുമ്പോഴേ തിരക്കൊന്നും വലിയ തിരക്കും ഉണ്ടാവില്ല, വേഗം എത്തുകയും ചെയ്യാം. മറ്റേതെന്താ പറയുക, ഈ വഴി കുളപ്പാറ വരെ അത്യാവശ്യം നല്ല തിരക്കാ. ഇപ്പൊ സ്കൂൾ ടൈമും ആയില്ലേ അതിന്റെ. ഇപ്പത്തെ ഈ സമയത്ത് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ടല്ലോ സൂചി കുത്താൻ ഇടയുണ്ടാവില്ല. അന്ന് നമ്മളങ്ങനെ കുറെ പോയതാണ്. അതെ, രസമാണ്, കുറ്റം പറയാൻ പറ്റില്ല. അതൊരു രസമാണ് ശരിക്കും. അതൊക്കെ ഇപ്പോഴാണ് മിസ് ചെയ്യുന്നത്. അതെ, നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോ പഠിക്കുന്ന പറയുമ്പോൾ നമുക്ക് അവരോട് ടീച്ചർമാരോടും വീട്ടുകാരോടൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പൊ സ്കൂളിൽ പോ 2 ദിവസം ലീവ് എടുക്കട്ടെ. അന്ന് നീ പഠിച്ചിരുന്നെങ്കിലേ നീ ഇന്ന് വല്ല കളക്ടർ IAS ഒക്കെ അങ്ങനെയല്ല. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാൻ പറ്റും. ഇതാകുമ്പോ നമുക്ക് ട്രിപ്പ് പോവാം. അത്രയ്ക്കൊന്നുമില്ല അങ്ങനെയൊക്കെ ചിന്തിക്കും, പോസിറ്റീവായിട്ട് ചിന്തിക്കും. ചേട്ടേ, ഇത് എങ്ങോട്ടുള്ള ഹൈവേയാ ശരിക്കും? ഇത് ഊട്ടി ഹൈവേ. ഊട്ടി ഹൈവേയോ? അതായത് ബത്തേരി ഊട്ടി, ബത്തേരിന്ന് പാട്ടവല് വഴി പോവാം. അതേപോലെ ഈ വഴി പോവാണെങ്കിൽ നമ്മൾ ചുള്ളിയോട് ചെന്നിട്ട് താളൂര് കയറും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയത് വടുവഞ്ചാല് ചെന്നിട്ട് അതിലൂടെ പോകും. ഇതുണ്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഫുള്ള് അതിന്റെ പൊന്നു ഫുള്ള് വിളഞ്ഞു കിടക്കുക കേട്ടോ. ഒക്കെ കൊയ്യാനായിട്ടേ ഉള്ളൂ. സാധാരണ ഇവിടെ കൊയ്യാനൊക്കെ ആവുന്നൊരു സമയമാകുമ്പോഴേ എപ്പോഴും ഒരു മഴയും ഒക്കെ ഉള്ളതാ. പക്ഷെ ഇപ്പൊ കുറവായി കാണാനുള്ളൂ ഇപ്പൊ. അതൊക്കെ വഴിന്റെ പ്രത്യേകത എന്താന്ന് കണ്ടില്ലേ, അത്യാവശ്യം വീതിയുണ്ട്, നല്ല വഴി, വലിയ തിരക്കുമില്ല. ഇത് പുതിയ ടാർ ചെയ്യാൻ എത്ര നാള് കൂടിയിട്ടാ ഇതൊന്ന് ടാർ ചെയ്ത് കിട്ടത്. അതാണ് അതില് വേറെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതും ഈ ഇടയ്ക്ക് ഇട്ടതേ ഉള്ളൂ. എത്ര കാലം ഇതിനകത്ത് വലിയ കുണ്ടും കുഴിയായിട്ട് കിടന്നിരുന്ന വഴിയാ. ചേട്ടേ, സ്ഥലമൊക്കെ ഓർമ്മണ്ടോ? ഓർമ്മയുണ്ടേ പറ്റുമോ ചേട്ടേ? +1 +2 പഠിച്ചത് ഇതാ ഇവിടെയാണ് കേട്ടോ, ആനപ്പാറ സ്കൂളാണ് ഇത്. ഇവിടെ എത്ര 2 വർഷം അല്ലേ? 2 വർഷം. +1 +2 2 വർഷമല്ലേ ഉള്ളൂ. അല്ല, അതിന് മുന്നൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കാൻ വന്നത്. അല്ലേ, കുറെ മാറ്റങ്ങളൊക്കെ വന്നു അല്ലേ? ഇവിടെ സ്പോർട്സിലെ 100 മീറ്ററിൽ വലിയ എന്തോ സംഭവമൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കുറെ ചാടിയിട്ടുള്ളതാണ്. ചാടിയിട്ടായിരുന്നു. ഇവിടെ ഒരു ഗോപിയേട്ടന്റെ കട ഉണ്ടായിരുന്നു ഇവിടെ, ഈ ആചാരി. അത് പണ്ട് ഗോപിയേട്ടന്റെ ചായക്കടയായിരുന്നു. അവിടെ വരുന്നു, കഞ്ഞി കുടിക്കുന്നു, മത്തി വറുത്ത് കുടിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. അന്ന് എങ്ങനെയാണെന്നറിയാം, കഞ്ഞിക്ക് അന്ന് 10 രൂപ ഉള്ളൂ. 10 15 രൂപ. 15 രൂപ കഞ്ഞിക്കും 5 രൂപ മത്തി വറുത്ത്. ഇപ്പൊ കിട്ടോ? ഇപ്പൊ പോക്ക് കിട്ടും. ഇപ്പൊ പോയി ചോദിച്ചാ അടിയും കൂടെ കിട്ടും. അതേപോലെ പൊറോട്ടയ്ക്ക് അന്ന് 5 രൂപ ഉള്ളൂ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. 10 15 പൊറോട്ടയ്ക്കോ? ഇപ്പൊ 12 15 ഒക്കെയാ. ഈ കാണുന്നതാണ് ചേട്ടായിന്റെ ഒക്കെ തർപ്പയിൽ നഴ്സറി, അതായത് പപ്പേന്റെ അനിയന്റെ നഴ്സറി. അതെ, ഒന്നല്ല കേട്ടോ, 2 ഉണ്ട്. 2 3 ഉണ്ട് അല്ലേ? അതായത് ഇവിടെയാണ് പപ്പേന്റെ 3 ചേട്ടന്മാരും 2 ചേട്ടന്മാരും ഒരു അനിയനും. അതെ, ഈ ആനപ്പാറ. ഈ നഴ്സറി അടുത്ത നഴ്സറി കേട്ടോ. അതിന്റെ തന്നെ വേറൊരു ബ്രാഞ്ച് തൊട്ടടുത്തടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ. രണ്ടും ഓൺലൈൻ സെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഓൺലൈനിൽ എന്തെങ്കിലും ചെടി രാവിലെ ഒട്ടും തിരക്കില്ല അല്ലേ? MP വന്നിട്ടുണ്ടല്ലോ. MP-യോ? മെമ്പർ ഓഫ് പാർലമെന്റ് ഇറങ്ങായിരുന്നല്ലേ? വേണ്ട, ഇത്ര രാവിലെ ഇറങ്ങിയ ശരിയായില്ല. കല്ല് ശരിക്കും തേക്കാത്തോണ്ടേ MP-ന്റെ അടുത്ത് അത് കുട്ടായില്ലേ? അവിടെ ഇപ്പൊ നമ്മള് വന്നേക്കുന്ന സ്ഥലത്തിന്റെ പേര് ആനപ്പാറ എന്നാണ്. ഈ സ്ഥലത്തിന് ആനപ്പാറ എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട്. കാണിച്ചു തരാം. ഇവിടെ ഒരു പാറയുണ്ട്, ആന പോലെ ഇരിക്കുന്നത്. അത്ര ആന പോലെയല്ല, പക്ഷെ അതിൽ വേറെ പ്രത്യേകത ഉണ്ട്. ഞാൻ അതിന്റെ അടുത്തേക്ക് പോവാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി, നമുക്ക് കാണിക്കാം. ഇതാണോ പാറ? ഇതാണ് ഈ ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. അതില് ഒരു പാറ ഇരിക്കുന്നുണ്ടോ? അതൊരു കഷണായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. ഇപ്പോഴും അത് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതിന്റെ അടുത്തേക്ക് പോയത് വീണില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അതെങ്ങനെയാ പാറ ഇരിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിനക്ക്? ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. തട്ടിയാ വീഴൂ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ പാറ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ 34 വർഷമായിട്ട് ഇതിങ്ങനെ ഉണ്ടല്ലേ? ഒരനക്കവും ഇല്ല. സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ട്. നീ ഇറങ്ങിക്കേ. എങ്ങനെയായിരിക്കും ചേട്ടാ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക? മൊത്തം തട്ടിയിട്ടില്ലല്ലോ.
അതാണ് പിന്നെ രണ്ട് സൈഡിൽ കൂടിയും വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ പാറ എങ്ങനെയാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്? അതാണ് ഒരു അത്ഭുതമാണ് സംഭവം അല്ലേ. അതിന്റെ മേളിലൊക്കെ ആൾക്കാർ കയറുന്ന. ഇതിന്റെ മേളിലോ? ആ, എനിക്ക് തോന്നുന്നു ഇതാണ് ഗ്രാവിറ്റീൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഗ്രാവിറ്റീൻ്റെ ഉദാഹരണമാണ് ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത്. ഇത് പോരാത്ത എന്താണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. തള്ളി താഴ്ക്കിട്ടാലോ? തള്ളിയാലൊന്നും അനങ്ങൂല മോളെ. അതിന്റെ രണ്ട് സൈഡിൽ കൂടിയും വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഉറവുണ്ട് അല്ലേ? നല്ല തെളിനീര് കൊടുത്തുള്ളായിരിക്കും. കൊള്ളാം. ഇവിടെ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ ഉണ്ടല്ലേ? നല്ല നെല്ലൊക്കെ നോക്ക്, നല്ല പച്ചപ്പ്. ഈ പാറ കൊറേ ഇങ്ങോട്ടുണ്ട് അല്ലേ? പക്ഷെ അത് മുട്ടിയിട്ടൊന്നുമില്ല, അതും അങ്ങനെ തന്നെ നിക്കുക. പക്ഷെ പാറ കുറച്ചും കൂടി അങ്ങോട്ട് ഇങ്ങനെ നീളത്തിലുണ്ട്. അപ്പൊ അതാണ് ആനപ്പാറ, മനസ്സിലായില്ലേ? ഇത് നല്ല എന്താ ഇതിന് പറയാ, സപ്പോർട്ടൊക്കെ വലുതായി കിടക്കുന്നു. പോവാം. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലേ ഞങ്ങള്. ഞങ്ങളുടെ അമ്പലവേൽ സിറ്റി കഴിഞ്ഞു. സിറ്റിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാണുന്നതാണ് നമ്മുടെ ചീങ്ങേരി മല. അത് വയനാട്ടിന് യാത്ര വരുന്നവരൊക്കെ നമ്മുടെ ചീങ്ങേരി മലയൊക്കെ ഒന്ന് കയറണം കേട്ടോ. ടിക്കറ്റ് പ്രൈസ് 80 രൂപയാണ് വരുന്നത്. പക്ഷെ വല്ലാത്തൊരു സംഭവമാണ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സംഭവം അത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. രാവിലെയൊക്കെ പോയ അടിപൊളിയാണ്. അവിടെ കയറൊക്കെ ഇട്ട് കയറാനുള്ള സെറ്റപ്പ് ഒക്കെ കയർ അത് നമ്മൾ ഇവിടെ നോക്കിയപ്പോ കാണില്ല കേട്ടേ. ഫോണിൽ നോക്കാം, അങ്ങനെ കാണില്ല. എനിക്ക് കാണാം, ഇടയ്ക്ക് കാണാം. കണ്ണും കൊണ്ട് കാണുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫോണിൽ കൂടെ കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലവേൽ കാരാപ്പുഴ ഡാം മെയിൻ റോട്ടിൽ കൂടിയാണ്. ഹൈവേ മെയിൻ ഹൈവേ. കുറച്ച് 4-5 കുഴിയുണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ ഇതിൽ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് നമ്മുടെ നാടിനെ അറിയുന്നുണ്ട്, അതൊക്കെയാണ് നമുക്ക് മെയിൻ. പിന്നെ ഈ സൈഡിൽ കൂടിയേ കറക്റ്റ് നമ്മുടെ സൈഡിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. നല്ല തോടല്ലേ അത്. നല്ല മഴക്കാലത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം. ഇതുണ്ടോ? അതായത് കാട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് പഞ്ചായത്തിന്റെ. അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്, അതൊരു തോടാ. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇതൊക്കെ ഇപ്പൊ കെട്ടിട്ടുള്ളൂ ഈ കാര്യം. 2 പാറേന്റെ നടുക്കു കൂടി ഒരു വഴി അല്ലേ? 2 പാറയും തുറന്നിട്ട് നടുക്കു കൂടി, അതായത് ഒരു വാലി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അമ്പലവേൽ അടിവാരം വാലി. അതെ. അപ്പൊ നമ്മുടെ വേറൊരു ഏരിയ ആണിത്, അടിവാരം കേട്ടോ. അടിവാരം സിറ്റി ഞങ്ങളുടെ സ്വന്തം സിറ്റി. അതെ. ഇഷ്ടംപോലെ കടയുണ്ട്, ഹോട്ടലുണ്ട്. അത്യാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇലക്ഷന്റെ ഫ്ലെക്സുകളെല്ലാം പൊന്തി. ഫ്ലോർ മില്ലുണ്ട്. ഞാനൊരാളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ ഒരു സിനിമയിലൊക്കെ മെയിൻ ലൊക്കേഷനാണ്. ഒരു സിനിമ മാത്രമല്ല, അതേപോലെ ധ്യാന്റെ ഒരു സിനിമ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെറ്റിയപ്പൊട്ടി. കുഞ്ഞാറ്റെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ നെറ്റിയപ്പൊട്ടി എനിക്ക് ഇപ്പൊ വേണം. നിലത്ത് കൂടി കിടക്കുന്നുണ്ടോ അല്ലേ? എന്തെടുക്കാണോ എന്തോ. അതെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കിലോമീറ്റർ ഒക്കെ 663 കിലോമീറ്റർ കേട്ടോ. ആൻസി എന്തൊക്കെയോ അവിടുന്ന് വർത്താനം പറയുന്നുണ്ട്. അത് മിക്കവാറും മൊത്തം വീഡിയോയിലും വരും, കാരണം മൈക്കൊക്കെ വെച്ചിട്ടുണ്ടേ. എവിടെ അംഗനവാടി പോയ അമ്പേ? ഇതാരാണ്? ഇത് നുന്നപ്പനാ? ഇതിന് എങ്ങനെ ഇരിക്കണേ? മറന്നുപോയോ ഒരു ദിവസം കൊണ്ട്? നിർത്തടി. ഇതാരാ റിമോട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്? എടി ഇങ്ങോട്ട് ഇറങ്ങിയടി. നീ അംഗനവാടിയിലൊന്നും പോയില്ലേടി? അതെന്താ അംഗനവാടി പോവാത്തെ? വാരി എഴുതിയിട്ടുണ്ടല്ലോ. നുണ്ണുഷേ എന്തേനു? പല്ലൊക്കെ വന്നു നമ്മുടെ നുണ്ണുകുട്ടിക്ക്. ഇത് കണ്ടോ, 2 പല്ല് വന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ. ഊട്ടി യാത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി. മൈലേജ് 1000 കിലോമീറ്റർ ആയില്ല, എന്നാലും കുഴപ്പമില്ല. 2 ദിവസം കൂടെ 1-ാം തീയതി നമുക്ക് ഏകദേശം നമ്മുടെ സർവീസ് ചെയ്യാൻ പറ്റും. 1000 ആയിട്ടില്ല, 1100-150 കിലോമീറ്ററിന്റെ കുറവുണ്ട്. അല്ല, ഇവിടെ നമ്മൾ ഊട്ടിന്ന് വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി.
അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അങ്ങനെ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 150 കിലോമീറ്റർ കൂടി ആയ 1000 തികയും. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഒരു 1000 ആയില്ലെങ്കിലും കുഴപ്പമില്ല, തിരക്കുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഈ സർവീസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വണ്ടി ബെഡും കാര്യങ്ങളും ചെയ്യാൻ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ പോകുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോളം വരെ ബൈ.